നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാവോ? നല്ല സുഭിക്ഷമായ ഭക്ഷണം, അത് കഴിഞ്ഞ് ഉറങ്ങും അല്ലേ? തൽക്കാലം നമുക്ക് നോക്കാം. ഒന്ന് ദീർഘശ്വാസം വിട്ടൊന്നിരുന്നേ. താങ്ക് യു. സാധാരണ ഞാൻ മാങ്ങ പറിക്കുക ചെയ്യുന്നേ. ഓക്കെ, സാരമല്ല, ഇരുന്നുള്ള. ഇന്ന് നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം കിട്ടി. പണ്ടെന്നാൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. കപ്പ ആരാ കൊണ്ടുവന്നേ? പിണറായി ആണോ? കപ്പ കേരളത്തിൽ കൊണ്ടുവന്നത്, ഇന്ത്യയെ കൊണ്ടുവന്നത് ആരാ? ഒരു മിഷണറിയാ. കൊച്ചിയിൽ താമസിച്ച ഒരു മിഷണറി കപ്പ കൊണ്ടുവന്നു. തൻ്റെ ഭവനാങ്കണത്തിൽ കൃഷി ചെയ്തു. ശാപ്പാട് നല്ലപോലെ അത് കഴിച്ചു. രാജാവിൻ്റെ വലിയ സ്നേഹിതനാ. വൈകിട്ട് രാജാവിനെ വിളിച്ച് ആ ആഹാരം കൂടെ കൊടുത്തു. കപ്പ കൊടുത്തു. അപ്പോൾ മിഷണറി പറഞ്ഞു, ഈ കപ്പയും മത്തിയും കൂടെ വളരെ നല്ലതാണെന്ന് കൊച്ചിയിലെ രാജാവിനോട് മിഷണറി പറഞ്ഞു. ഓക്കെ, നമുക്കൊരു പ്രാക്ടീസ് ചെയ്യാം. രാജാവിൻ്റെ കൊട്ടാര വളപ്പിൽ കപ്പ കൃഷി ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ ദാരിദ്ര്യം, ക്ഷാമം മാറ്റിയത്. അപ്പോൾ ആർക്കാ നന്ദി പറയേണ്ടത്? പിണറായിക്ക് അല്ലേ? കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ എല്ലാം കൊണ്ടുവന്നത്. അവരെ പറയും, മറ്റവർ പറയും ഞങ്ങളാ കൊണ്ടുവന്നതെന്ന്. എല്ലാവരും റെക്കഗ്നീഷൻ ആയിക്കോട്ടെ. അപ്പം കപ്പ കൊണ്ടുവന്ന് നമ്മൾ, കാച്ചില്, തക്കാളി, വിശദമായിട്ട് പറയാൻ സമയമില്ല, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, ബ്രെഡിൻ്റെ പേര് പാവോന്നാണ്, പോർച്ചുഗീസുകാരെ കൊണ്ടുവന്നേ. ഞങ്ങളുടെ ഇവിടെ, ഞാൻ ബോംബെക്കാരനാണ്, വടാപ്പാവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പാവ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്, പാവോ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിട്ട് ആ ബ്രെഡ് ഉണ്ടാക്കിയിട്ട് ആ ബ്രെഡ് എങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു. ഇന്ന് കേരളത്തിൻ്റെ പേര് മാറാൻ പോവാ, കൺട്രി ഓഫ് ബേക്കറി എന്നാക്കണം. വലിയ ബേക്കേഴ്സ് നാടാ. ഇന്ന് മാത്രം ബേക്കറികളാണ്. പക്ഷേ ബേക്കറിയിൽ ബ്രെഡ് കൊണ്ടുവന്നതാരാ? ക്രൈസ്തവ മിഷണറി. ബേക്കറി പഠിപ്പിച്ചതാരാ? ക്രൈസ്തവ മിഷണറി. ആ കൂട്ടത്തിൽ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് കൊണ്ടുവന്ന് അത് വേവിച്ച് ഉണ്ടയാക്കി ഉരുളയാക്കി അത് പാവിൻ്റെ അകത്ത് വെച്ചിട്ട് വടാപ്പാവ് കഴിച്ചു. വടാപ്പാവ് കഴിച്ച് വെച്ചാൽ ക്രൈസ്തവ മിഷണറിമാരെ എറിയുക. ഇതെവിടെ നടക്കുന്നത് അല്ലേ? ചില്ലി ഇതുകൊണ്ടൊന്നും ആരാ? നമ്മൾ വാഴക്കുളത്തിൻ്റെ അടുത്തില്ല, വാഴക്കുളം അല്ലേ? വാഴക്കുളത്തിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞേ? കൈതച്ചക്ക അല്ലേ? കൈതച്ചക്കയുടെ ക്യാപിറ്റലാണ് കേരളം, വാഴക്കുളം. ആ വാഴക്കുളംകാർക്ക് അറിയാമോ അത് ക്രൈസ്തവ മിഷണറിമാരാണ് കൊണ്ടുവന്നത്. എത്ര ബില്യൻ്റെ ബിസിനസ് നടത്തുന്നത്? കൈതച്ചക്ക കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ഈ ധവള വിപ്ലവം, പശുവിനെ കൊണ്ടുവന്ന ആരാ? അങ്ങ് ഇവിടെ പശുവും പട്ടിയും പാമ്പും പന്നിയുമായി ഇപ്പോൾ എല്ലാവർക്കും. മനുഷ്യനൊരു പ്രശ്നമല്ല, പശു മതി. ഞാൻ സാധാരണ പറയാറുണ്ട്, നാഷണലിസം, ദേശീയത എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് നേഷൻ ഹുഡ് ഈസ് ഡിസൈഡ് ആസ് ഇഫ് യു ട്രീറ്റ് കൗ ആസ് മമ്മി യു ആർ എ നാഷണലിസ്റ്റ്. ഇഫ് യു ട്രീറ്റ് കൗ ആസ് യമ്മി യു ആർ എൻ ആൻറ്റി നാഷണലിസ്റ്റ്. പശുവിനെ അമ്മയായിട്ട് മാതാവായിട്ട് സ്വീകരിച്ചാൽ നീ ദേശസ്നേഹിയാണ്, പശുവിനെ തിന്നാൽ നീ ദേശദ്രോഹിയാണ്. ഇവിടെ പശു ആയിരുന്നേ, ഇവിടെ ബീഫായിരുന്നു ഏറ്റവും മുഖ്യം. ഇത് ചുമ്മാ ഈ ബ്രാഹ്മണ സംഘം കൊണ്ടൊന്ന് കള്ളത്തനം പറയവല്ലയോ. ഈ ഹോമത്തിനുള്ള ഓരോന്നും ആക്ച്വലി പശു ഇറച്ചിയായിരുന്നു. ഇവന്മാർ ചുരുക്കമായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലിരുന്ന് കഴിച്ചു വെച്ചാൽ ഇപ്പം നമ്മളെ അടിക്കുന്നത്. ഒരു തട്ടിപ്പാണിതെല്ലാം. ഓക്കെ, പിന്നെ നമ്മൾ കൊണ്ടുവന്ന ക്യാരറ്റ്, കാഷ്യൂനട്ട് ആര് കൊണ്ടുവന്നു? അതാ പറങ്കേണ്ടി, ഗ്രൗണ്ട് നട്ട്, സോയാബീൻ, ഇങ്ങനെ ലിസ്റ്റ് പോവാം. മോഹൻ ഭഗവതും മോദിജിയും അമിത്ഷാജിയും ഒക്കെ ഇടുന്ന കാക്കി RSS രാവിലെ ദണ്ടുമായിട്ട് ഇറങ്ങത്തില്ലയോ? ആ കാക്കി ആരാ കൊണ്ടുവന്നേ? ബാസൽ മിഷൻ 1860 മംഗലാപുരത്ത് തയ്യൽ പഠിപ്പിച്ച് കാക്കി കൊണ്ടുവന്ന് കാക്കി പ്രത്യേക നമ്മുടെ ഡിഫൻസിനും എല്ലാം കൊടുത്തു. ബ്രിട്ടീഷ് ഡിഫൻസിന് വേണ്ടിയാണ് ആദ്യമായിട്ട് കാക്കി ഉണ്ടാക്കിയത്. ക്രൈസ്തവ ബാസൽ മിഷനാണ്. എന്നിട്ട് ഈ നമ്മൾ കൊണ്ടുവന്ന കാക്കി ഇട്ടിട്ട് നമ്മൾ കൊണ്ടുവന്ന ബ്രെഡ് കഴിച്ച് പാവ് കഴിച്ചിട്ട് നമ്മളെ കല്ലെറിയുക. ഈ അസംബന്ധം അവസാനിപ്പിച്ചേ മതിയാവൂ. നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ അടിച്ചോളൂ നമ്മൾ പറയും. ഓക്കെ, ഇങ്ങനെ നമ്മൾ സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ എല്ലാം നമ്മൾ കൊണ്ടുവന്നു. പശുവിനെ നമ്മൾ കൊണ്ടുവന്നത് എന്തിനായിരുന്നു? പാല് കുടിക്കാനാണ്. ധവള വിപ്ലവം ഉണ്ടാക്കിയത്. 4 ജേഴ്സി പശുക്കളെ 1865 2 മിഷണറിമാർ കപ്പലിലാണ് കൊണ്ടുവന്ന് അലഹബാദിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ധവള വിപ്ലവം, പാൽ വിപ്ലവം ഉണ്ടാക്കിയത്. നമ്മൾ കൊണ്ടുവന്ന പശുവിൻ്റെ പാല് കുടിക്കേണ്ട ഒരു വരം ആ പശുവിൻ്റെ മൂത്രം കുടിക്കാവന്മാരെല്ലാം കൂടെ. ഇതെന്തൊരു രാജ്യമാണോ ഇത്? എന്നിട്ട് അങ്ങ് മോഡേൺ രാജ്യമാണെന്നാണ് പറയുന്നത്. ഇതുപോലെ ഇന്ന് ഈ മനുസ്മൃതിയിൽ കൂടെ ഭാരതത്തിനെ ഒരു 150-200 വർഷത്തിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ്.
ആർഷഭാരതത്തിൽ ഉണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു. ചുമ്മാ വെറും തട്ടിപ്പുകളായിരുന്നു. അങ്ങനെ ഒന്നേ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നതല്ല ഉച്ചനീചത്വങ്ങളായിരുന്നു. ജാതി തിരിച്ചിട്ട് മനുഷ്യനെ അടിമത്തക്കളായിരുന്നു. ഈ അടിമത്തത്തിൻ്റെ ചങ്ങലയെ പൊട്ടിച്ചെറിച്ചത് ക്രൈസ്തവ സുവിശേഷമാണ്, ക്രൈസ്തവ വിദ്യാഭ്യാസമാണ്, ക്രൈസ്തവ ആതുരാലയങ്ങളാണ്. ഇന്നും 92% ആതുരാലയങ്ങൾ നടത്തുന്നത് ക്രൈസ്തവരാണ്. 89% സ്കൂളുകൾ നടത്തുന്നത്, വിദ്യാഭ്യാസം നടത്തുന്നത് ക്രൈസ്തവ മിഷന്മാരാണ്. ആരോഗ്യരംഗത്ത് എന്തുമാത്രം വിപ്ലവമാണ് നാം നടത്തിയത്. അതിനായിട്ടെല്ലാം സ്തുതിക്കാം. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലായിരുന്നുണ്ടായിരുന്നത് ഒരു കുരിശ്. ഇതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഒരു കുരിശുണ്ട്. കാൽവരി ക്രൂശിലെ സ്നേഹത്തിൽ നിന്ന് ഉൽപ്പാദിതമായ ഒരു സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, സഹായത്തിൻ്റെ കുരിശ്. ഇന്ന് കുരിശ് കണ്ടാൽ അതിനെ ചുട്ടരിക്കുന്ന ഭാരതത്തെ ഭാരതമാക്കിയത് നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന് കടമറ്റ രാമകൃഷ്ണൻ പറഞ്ഞ പോലെ അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇന്ന് നിങ്ങളായത് ഞങ്ങൾ മുഖാന്തരമാണ്, ബൈബിൾ മുഖാന്തരമാണ് എന്ന് ഉച്ചസ്ഥരം നാം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഗലാത്യ ലേഖനം 6-ാം അധ്യായം ഒരു വാക്യം വായിക്കാം. ഗലാത്യർ 6-ന്റെ 14-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല, അഗ്രജന്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഹല്ലേലൂയ. എനിക്കോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടയില്ല. ഇവിടെ അപ്പോസ്തലൻ 5-6 അധ്യായങ്ങളിൽ ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. വി നീഡ് ടു ബി എ ക്രോസ് ബെയറിംഗ് ക്രിസ്ത്യൻ. എന്താണ് ക്രൂശ് നമുക്കുള്ളത്? ക്രൂശ് it's a symbol of redemption. It's a symbol of reconciliation. It's a symbol of restoration. It's a symbol of rejoicing. ക്രൂശ് എന്ന് പറയുന്നത് വീണ്ടെടുപ്പിൻ്റെ അടയാളമാണ്. വീണ മനുഷ്യൻ ആദമിനോടും ഹവയോടും എന്താ പറഞ്ഞത്? നിങ്ങൾ പെറ്റുപെരുകി സകലത്തെയും വാഴുവീൻ. ഡൊമിനിയൻ, ലോകത്തിൻ്റെ ഭരണം എന്നെയും നിങ്ങളെയുമാണ് ഏൽപ്പിച്ചത്. എന്നാൽ വാഴേണ്ടവൻ 3-ാം അധ്യായത്തിൽ വീണു. ആ വാഴേണ്ടവൻ, സൃഷ്ടിച്ച് വാഴവാനാക്കിയവൻ വീണ് കഴിഞ്ഞപ്പോൾ ആ വീണവനെ വീണ്ടെടുക്കുകയായിരുന്നു ദൈവം ചെയ്തത്. 3 വാക്കുകളാണ് നാം ഉപയോഗിക്കുന്നത്: ക്രിയേഷൻ, ജനറേഷൻ, ഡീജനറേഷൻ ആൻഡ് റീജനറേഷൻ. ലോക ചരിത്രം 3 വാക്കുകളിൽ ഒതുക്കുകയാണ്. ഉൽപ്പത്തി, സൃഷ്ടി, വീഴ്ച, വീണ്ടെടുപ്പ്, അല്ലേ? അപ്പോൾ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിന്നെ വാഴുവാൻ ഏൽപ്പിച്ചിരിക്കുക. പക്ഷേ വീണ് കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ദൈവത്തിന് ശബ്ദമുണ്ടായി, ആദമേ നീ എവിടെ? ഏദൻ തോട്ടത്തിൽ കീട്ടിയ ആദമേ നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പിന്നെയും താൻ അടുത്ത വാക്യത്തിൽ പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കും. 4000 വർഷത്തിന് ശേഷം ഗെത്സമനയിൽ അത് നാം കാണുന്നു. ഗെത്സമനയിൽ അതിദുഃഖിതനായി നമ്മുടെ കർത്താവ് കാണുകയാണ്. 4000 വർഷം മുമ്പ് ഏദൻ തോട്ടത്തിൽ പിതാവിനോട് ഉടമ്പടി ചെയ്താണ്, വീണ്ടെടുത്ത മനുഷ്യനെ ഞാൻ വീണ്ടെടുക്കാമെന്ന്. 4000 വർഷം തൻ്റെ മനസ്സിൽ ഈ കുരിശായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം വന്നു, കന്യകയിൽ ജാതനായി 33.5 വർഷം ഇവിടെ താമസിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു? സമയമായി, എല്ലാം നിവർത്തിക്കുവാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ ആ പത്രോസിനെയും സബദി മക്കളെയും വിളിച്ചിട്ട് താൻ ഗെത്സമനയിലേക്ക് പോവുകയാണ്. ഏതാനും ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഗെത്സമനയിൽ ചെന്നിട്ട് പറയാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുക, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ അവർ പ്രാർത്ഥിച്ചില്ല. താൻ അങ്ങോട്ട് പോയിട്ട് പറയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീക്കണമെന്ന്. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് ഉള്ള വിടുതലിനുള്ള പാനപാത്രം ഞാൻ കുരിശിൽ ഏൽക്കുകയാണ്. പാനപാത്രം ഞാൻ കുടിച്ചേ മതിയാവൂ, എനിക്കതറിയാം. എങ്കിലും അതിക്രൂരമായ വേദന ലോക ചരിത്രത്തിൽ ഇതുപോലൊരു ക്രൂശുണ്ടായിട്ടില്ല, ഇതുപോലൊരു വ്യഥയുണ്ടായിട്ടില്ല, ഇതുപോലൊരു പാഷൻ ഉണ്ടായിട്ടില്ല, ഇതുപോലൊരു സഹനമുണ്ടായിട്ടില്ല. എൻ്റെ കർത്താവ് ക്രൂശിൽ മുൾമുടി ധരിച്ചവനായി, കൈകാലുകൾ വിരിച്ചവനായി കിടക്കുകയാണ്. അത് താൻ മുന്നിൽ കാണുകയാണ്. ഏതാനും മണിക്കൂറുകളിൽ അന്ധകാരത്തിൻ്റെ സമയം വരാൻ പോകുന്നു. ഞാൻ ആ ക്രൂശിൽ ഏകനാകും. പിതാവെന്നെ കൈവിടും, കൂട്ടുകാര് ശിഷ്യന്മാർ കൈവിടും, ശത്രുക്കൾ മാത്രം എൻ്റെ ചുറ്റുമുണ്ടാകും. ഞാൻ കിടക്കാൻ പോവുകയാണ്. പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ. എന്നാൽ തൻ്റെ പ്രാർത്ഥന എന്താണ്? ഇല്ല, എങ്കിലും പിതാവേ അങ്ങയുടെ ഹിതം ഇന്ന് രാവിലെ
ഇന്ന് വൈകിട്ട് എനിക്ക് അതാണ് പറയുവാനുള്ളത്. ഈ ഭാരതത്തിൽ, ഈ ലോകത്തിൽ ക്രൂശെടുക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പീഡനത്തിന്റെ ഭാരപാത്രം ഭാരതത്തിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നാൽ എങ്കിലും പിതാവേ, അങ്ങയുടെ ഹിതമാണ് ആ ക്രൂശിനെ അനേകർ കാണുവാൻ അത് മുഖാന്തരമായെങ്കിൽ അത് മതി. ഞങ്ങൾ ഈ ക്രൂശിനെ സഹിക്കുമെന്ന് ധൈര്യമായിട്ട് നമ്മളെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഇതാ ഗെത്സമനയിൽ നിന്ന് താനിതാ ഗബഥയിലേക്ക് പോകുന്നു. ഗബഥയിൽ മാനുഷികമായ വലിയ വിചാരണയാണ് നടക്കുന്നത്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ഇതാ ഒരു പീലാത്തോസ്, എൽഡേഴ്സ് എല്ലാവരും വിചാരണ ചെയ്യാണ്. ആരാണ് നീ എന്ന് ചോദിക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന് ചോദിക്കുന്നു. ആണെന്ന് ഞാൻ മറുപടി ചെയ്യുന്നു. എന്നാൽ ബറബാസിനെ മതി എന്ന് പറഞ്ഞ് ബറബാസിനെ വിട്ടുകൊടുത്തു. സത്യം ജയിക്കണം, സത്യം ജയിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു. പീലാത്തോസ് ചോദിച്ചു, ഏതാണ് സത്യം? ഞാനാണ് സത്യം എന്ന് കേൾക്കുവാൻ പീലാത്തോസ് നിന്നില്ല. അതുകൊണ്ട് അവൻ ഇന്നും കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതാ ശ്രദ്ധിക്കുക, അവനാണ് സത്യം, ഞാൻ സത്യമാണ്, ജീവനാണ്, വഴിയാണെന്ന് ഭാരതത്തിന് മറുപടി കൊടുത്ത ആ കർത്താവ് ആ സന്ദേശമായിട്ട് ഇങ്ങോട്ട് അയച്ചത് തോമസ് ലീഗയാണ്. ഇന്ത്യ പാടുകയാണ്. എന്താണ്? സദോമ സദ്ഗമയ തമസ്സോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ, എന്നെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നയിക്കണമേ എന്ന് ഭാരതീയൻ പാടിയപ്പോൾ 2000 വർഷം മുമ്പ് ഞാനാണ് സത്യം വഴിയെന്ന് പറഞ്ഞ ആ യേശു ക്രിസ്തു തോമസ് ലീഹായോടാണ് പറഞ്ഞത്. ആ തോമസ് ലീഹായെ AD 52 അയക്കുന്നു. ഹല്ലേലൂയ. കൊടുങ്ങല്ലൂരിൽ തന്നെ ഇറങ്ങുന്നു. ഈ BJP-ക്കാർ പറയുന്നത് പോലെ നമ്മൾ സായിപ്പിന്റെ ചെരുപ്പ് കടിക്കാരല്ല. 2000 വർഷം മുമ്പ് കൊടുങ്ങല്ലൂരിൽ താൻ വന്നിറങ്ങി. ദൈവപുത്രൻ കർത്താവിന് ശിഷ്യനായ തോമസ് വന്നു. 72-ൽ താൻ കൊല ചെയ്യപ്പെട്ടു. ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷി തോമസ് ലീഹയായിരുന്നു ഇവിടെ ഇന്ത്യയിൽ. അതിൻ്റെ പിന്നാലെ 100 കണക്കിന് പേരെ കൊന്നൊടുക്കി. എന്നാൽ അന്ന് 2000 വർഷം മുമ്പ് ആരംഭിച്ച സുവിശേഷം അജയ്യമായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് കുരിശ്. ഇതാ തോമസ് പറഞ്ഞ ഒരു വാരി ഓർക്കുന്നുണ്ടോ? കർത്താവേ, അവനോട് കൂടെ നമുക്ക് പോയി മരിക്കാം. തോമസ് ഒന്ന് വെറുതെ പറഞ്ഞതാ, ലാസറിന്റെ ഉയർപ്പിന് വേണ്ടി പോയതാ അല്ലേ? അവൻ എന്തിനാ പോകുന്നതെന്ന് അറിയത്തില്ല. അവനോടുകൂടെ ഞാൻ മരിക്കാൻ തയ്യാറാണ്. വർഷങ്ങൾക്ക് ശേഷം AD 52-ൽ AD 72-ൽ താൻ മരണമടഞ്ഞു, രക്തസാക്ഷിയായിട്ട് മാറി. അതാണ് കുരിശ്. കുരിശ് ഇറ്റ് ഈസ് ദ സിമ്പിൾ ഓഫ് സഹനം, സഫറിങ്. ആ കുരിശ് എടുക്കാനാണ് പറഞ്ഞത്. ആ കുരിശ് സിമ്പിൾ ഓഫ് ഫോർഗീവ്നെസ്. ഇവരും ചെയ്യുന്നത് ഇന്നെന്നറിയാകയാൽ അവരോട് ക്ഷമിക്കണമേ. നമ്മുടെ ഐക്യത വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സഹനത്തിന് തയ്യാറാകണം, നിന്ദയ്ക്ക് തയ്യാറാകണം, റൈറ്റ്, എതിർപ്പുകൾക്ക് തയ്യാറാകണം, ഇടി അതിന് തയ്യാറാകണം. താൻ തൻ്റെ വായെ തുറന്നില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. അവനെ പാപമാക്കിയപ്പോൾ സകല പാപവും ഭാരവും അവൻ്റെ മേലിട്ടപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. പിതാവേ, ഇവരറിയുന്നത് ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ക്ഷമിക്കണമേ. ഇന്ന് വൈകിട്ട് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ക്ഷമിക്കണം. യേശു കർത്താവ് മറ്റുള്ളവരോട് കാൽവരിയിൽ കുരിശിൽ ക്ഷമിച്ചതുപോലെ നാം ബാക്കിയുള്ളവരോട് ക്ഷമിക്കണം. അവിടെയാണ് ഐക്യത വരാതിരിക്കുന്ന കാര്യം എന്താ? ക്ഷമിക്കുന്നില്ല, നമുക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞാനെന്ന ഒരു ചിന്ത, ഞാനെന്തോ നേടി, ഐ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്. മൂപ്പന്മാരെ, പ്രവർത്തകരെ, എനിക്ക് ചോദിക്കാനുള്ള, നമുക്ക് എന്ത് കാര്യം വേണം, നമുക്ക് എന്ത് സ്ഥാനം വേണം, നമുക്ക് എന്ത് അംഗീകാരം വേണം? അതിനുവേണ്ടിയല്ല ലോകക്കാരോടുന്ന് സ്ഥാനമാനങ്ങൾ നമുക്ക് ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. അതല്ല ത്യജിച്ച കർത്താവ്. ഇന്ന് രാവിലെ ദേവദാസൻ ഓർമ്മിച്ചല്ലോ, he thought it not robbery to be equal with God, but he came down. തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. സ്വർഗത്തിൽ വസിച്ചിരുന്നവൻ മനുഷ്യനായി വന്നു. ആ താഴ്മയാണ് കുരിശ് നമ്മളെ ഏൽപ്പിക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് കുരിശ് സഹിക്കാൻ തയ്യാറാണോ? ഇത് ഞായറാഴ്ച പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? ഈ കുരിശ് സഹിക്കാമോ? ഒരു സഹോദരി എതിർത്താൽ ചിലർ പറയും, എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ഈ പാസ്റ്റർ, ഈ സുവിശേഷകരെ ആരുടെ റെക്കഗ്നീഷൻ നമുക്ക് വേണ്ടി? ഞാൻ ചോദിക്കട്ടെ, ഞാനത് പറയുമ്പോൾ എനിക്ക് വില്യം കേരിയുടെ ഒരു ഓർമ്മയാണ്. 41 വർഷം ഇന്ത്യയിൽ താമസിച്ചു, 42 ഭാഷകൾക്ക് താൻ വികസിപ്പിച്ചു. ഇന്ത്യയിൽ 23 നവോത്ഥാന പ്രവർത്തനങ്ങൾ താൻ ചെയ്തു. അദ്ദേഹം മരിക്കാറായപ്പോൾ ഫോർട്ട് വില്യം കോളേജിൻ്റെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ഡഫ്, അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം വില്യം കേരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. താൻ മണിക്കാൻ ഏതാനും മണിക്കൂറുകളെ ഉള്ളായിരിക്കാം. വളരെ മരണാസനായി കിടക്കുകയാണ്. തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഡോക്ടർ കേരി, യു ഹാവ് ഡൺ സോ മച്ച് ഫോർ ഇന്ത്യ. കേരി, അങ്ങ് ഭാരതത്തിന് വേണ്ടി ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി കുരിശ് വഹിച്ചു.
ഒത്തിരി കാര്യങ്ങൾ ചെയ്തല്ലോ. 3 പ്രാവശ്യം താൻ ഏറ്റു പറഞ്ഞപ്പോൾ 3ാമത്തെ പ്രാവശ്യം വെല്ലിയും കയറി സ്ലോലി ഹി ഓപ്പൺ ഹിസ് ഐസ്. ഇതുമായിട്ട് തൻ്റെ കണ്ണ് തുറന്നിട്ട് ചെറുതായിട്ട് ചിരി അലക്കിക്കന് പറഞ്ഞു, കേരി ഡോക്ടർ ഡാഫ്, when Kerry dies, don't say a word about Kerry, but only talk about the God of Kerry. കേരി മരിക്കുമ്പോൾ കേരിയെ പറ്റി ഒരു വാക്കും പറയണ്ട, കേരിയുടെ ദൈവത്തെ പറ്റി പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അല്ലയോ മോദി, ഞങ്ങൾക്ക് ഒരു പേരും വേണ്ട, പെരുമയും വേണ്ട, പണവും വേണ്ട. ഈ ഒരു ഇന്ത്യക്കാരനും നരകത്തിൽ പോകരുത്, ഒരു ഇന്ത്യക്കാരനും ദരിദ്രനായി കഴിയരുത്. സന്തോഷമായി, സമാധാനമായി, സംതൃപ്തിയോടെ എല്ലാ ഭാരതീയനും ജീവിക്കണം. അതിനുള്ള ഏക പോംവഴി കുരിശാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് ആരോടും വിരോധമില്ല. എനിക്ക് ഒത്തിരി RSS ഫ്രണ്ട്സ് ഉണ്ട്, BJP-ക്കാർ. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ RSS ഫ്രണ്ട്സ് അതിലൊക്കെ ചിലപ്പോൾ പറയും, പണ്ട് ബോംബെ ഞങ്ങൾ മിക്കവാറും പരസ്യത്തിൽ പോകുന്നു, ഇപ്പോൾ പോകാനൊക്കത്തില്ല. അന്ന് അവർ പറയാമായിരുന്നു, ഞങ്ങളെ അവർ വല്ലതും ഉപദ്രവിക്കാൻ വന്നാൽ വിളിച്ചു പറയാം, ഞങ്ങൾ ശരിയാക്കിയോളാം, ഒന്നും പേടിക്കണ്ട. അങ്ങൾ പ്രസംഗിച്ചു. ഒരു ദിവസം RSS-കാരെ അടുത്ത് ഓടി വന്ന് ചോദിക്കും അതിലൊക്കെ, അങ്ങളെ വെൻ ഈസ് ക്രൈസ്റ്റ് കമ്മിങ്, എന്നാൽ യേശു ക്രിസ്തു തിരിച്ചു വരുന്നത്. നമുക്ക് എല്ലാ ഹിന്ദുക്കളെയും ഹിന്ദുത്വവാദികളായിട്ട് പാടരുത്. എല്ലാ RSS-കാരും ഇതിനെതിരാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനുഷ്യനല്ലേ, പ്രത്യയശാസ്ത്രമാണ് നമ്മൾ എതിർക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളെയും ഇവിടെ നിന്ന് തുടച്ചു മാറ്റണമെന്ന് 1922 ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന RSS ഹെഗേവാറും ഗോൾവാൾക്കറും ഒക്കെ എഴുതി വെച്ചതാണ്. അതാണ് 100 വർഷത്തിന് ശേഷം ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. നമുക്ക് പേടിക്കണ്ട. ആ പ്രത്യയശാസ്ത്രത്തോടെ നാം എതിർക്കുന്നത് അല്ല, വ്യക്തികളല്ല. വ്യക്തികളെ നമുക്കൊരിക്കലും എതിർക്കാൻ ആവശ്യമില്ല. വ്യക്തികളുടെ പ്രത്യയശാസ്ത്രത്തിൽ മയങ്ങി ചെയ്യുകയാണ്. നമുക്ക് കർത്താവിനെ നാം ഉയർത്താം, കുരിശ് ഉയർത്താം. ഇന്ന് ആ കുരിശെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, സഹനത്തിൻ്റെ കുരിശ്. ഇറ്റ്സ് എ ക്രോസ്, ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് റെക്കൺസിലിയേഷൻ. ഇന്ന് വൈകിട്ട് നിങ്ങൾ ആരോടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ ഒത്തുചേർന്ന് ചെയ്യേണ്ടതായിട്ടുണ്ടോ? നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവാൻ തയ്യാറാണോ? ചിലത് ഏറ്റുപറയുവാൻ തയ്യാറാണോ? ക്ഷമ ചോദിക്കാൻ തയ്യാറാണോ? ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, കുഞ്ഞുങ്ങളെ, പിതാക്കന്മാരെ, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ക്ഷമയില്ലാതെ, സംഘർഷത്തോടുകൂടി, സഹനമില്ലാതെ, വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുരിശിങ്കിലേക്ക് നോക്കാം. കുരിശിൻ്റെ ആ ത്യാഗം, ആ സ്നേഹം, ആ കരുതൽ, ആ സഹനം നമുക്ക് മാതൃകയായിരിക്കുവാൻ ഇടയാക്കട്ടെ. ക്രോസ് ഈസ് ദി പ്ലേസ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പ്. നമ്മുടെ ചുറ്റും വീണ് കിടക്കുന്നവരായിരങ്ങളാണ്. ആ വീണ്ടെടുക്കുവാനുള്ള കടമയുണ്ട്. ഞാൻ സാധാരണ പറയാറുള്ളത്, വി ആർ ഫയർ ഫൈറ്റേഴ്സ്. നമ്മൾ അഗ്നിശമന സേന അംഗങ്ങളാണ്. 100 ആയിരക്കണക്കിന് ആൾക്കാർ യേശുക്രിസ്തുവില്ലാതെ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വീണ്ടെടുക്കുവാനുള്ള വലിയ ഒരു ഉദ്യോഗമാണ് പൗലോസ് പറയുന്നത്. ദൈവം എന്നെ ഏൽപ്പിച്ച പ്രൊഫഷൻ. ഇയാൾ എൻ്റെ അടുത്ത് ഒരാളോട് ചോദിച്ചു, സാറിന് വേറെ ജോലിയൊന്നും കിട്ടിയില്ലയോ എന്ന്. ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവമേ, ഇതിനേക്കാൾ വലിയ ജോലിയുണ്ടോ? നരകത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ യേശുവിൻ്റെ വഴി പറഞ്ഞു കൊടുത്ത് അവനെ രക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വേലയുണ്ടോ? അതുമാത്രമല്ല, അവനെ രക്ഷിച്ചിട്ട് പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, റോട്ടി കപ്പടാ മക്കാൻ മില്ലായക. യേശു കർത്താവായ യഹോവ ഇടയനാണെന്നുണ്ടെങ്കിൽ നന്മയും കരുണയും നിന്റെ പിന്നാലെ വന്നുകൊള്ളും. ബാബു ബ്രദറെ, അതല്ലയോ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ആ ഗ്രാമത്തിൽ കിടന്ന് ഓടിയില്ലേ? ഇന്ന് നന്മയും കരുണയുടെയും എന്തെല്ലാം നമ്മൾ അനുഭവിച്ചു. സഹോദരി സഹോദരന്മാരെ, ഈ യേശുവിനെ കണ്ടുകൊണ്ടിയതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? അവൻ്റെ മുഖത്തേക്ക് നോക്കിയവര് ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവരുടെ മുഖം പ്രകാശിതമായി. ഞാൻ എൻ്റെ സാക്ഷ്യം പറയട്ടെ, ഞങ്ങൾ 10 മക്കളാണ്, ഞാൻ 10ാമത്തെയാണ്. അവിടെ ആദ്യകാലത്തെ മൂവ്മെൻ്റാണ്. അനേക സുശേഷന്മാരും മിഷന്മാരും അന്ന് വീടുകളധികമില്ല, വീട്ടിൽ വരും. എൻ്റെ സഹോദരിമാരുടെ ഒക്കെ 5 സഹോദരിമാർ, അവരുടെ പണി, എൻ്റെ മൂത്തവരുടെ പണി അവർക്ക് ആഹാരം കൊടുക്കുക, അവരുടെ കാര്യം നോക്കുകയാണ്. എൻ്റെ പണി സുശേഷന്മാരുടെ ചെരുപ്പ് കഴുകുകയായിരുന്നു, ചെരുപ്പ് തുടച്ചു കൊടുക്കുകയായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് സുശേഷന്മാരുടെ, നിത്യസുശേഷം പറഞ്ഞവരുടെ ചെരുപ്പ് തുടച്ചുകൊണ്ടാണ്, മിഷനുമാരുടെ ചെരുപ്പ് തുടച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു കുറവുണ്ടായിട്ടില്ല. ഈ പുസ്തകം കൊണ്ട് ഞാൻ 36 രാജ്യങ്ങളിൽ പോയി. എനിക്ക് വീടില്ല, ഒന്നുമില്ല. എന്നാൽ ഐ എം റോയലി ട്രീറ്റഡ്. രാജാവിനെ പോലെയാണ് എന്നെ മനുഷ്യർ കരുതുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതെടുത്തവർക്കാർക്കും ഒന്നും കുറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രൂശിൻ്റെ വഴി. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക, ഈ ക്രൂശിൻ്റെ പാത നമുക്ക് തുടരാം. ഇത് ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, വിട്ടുകൊടുക്കലിൻ്റെ മാർഗമാണ്.
എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാനിടയാകരുത്. അവൻ ആരായിരുന്നു? ക്രൂശിൻ്റെ വഴിക്കാരെ, ദവേ, ആ ക്രൂശിൻ്റെ വഴി കൊണ്ടുവരുന്നവരെ കൊന്നു മുടിച്ചവൻ, സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന്റെ സാക്ഷി. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് സ്വർഗസ്ഥനായ ദൈവം തനിക്ക് പ്രത്യക്ഷനാകുമ്പോൾ, യേശു തനിക്ക് പ്രത്യക്ഷനാകുമ്പോൾ ഇതാ അവൻ അടിയറ വെച്ചു. പിന്നെ ഒരു ഓട്ടമാണ്, 10-40 വർഷം ഓടുകയാണ്. അവസാനം തിമോഥെയോസിന് എഴുതിയാണ്, ഞാൻ നല്ല ഓർപ്പരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എല്ലാവർക്കും. എന്നെടുത്താണ് എൻ്റെ നിര്യാണകാലം. നല്ലൊരു വാക്കാണ് മലയാളത്തിൽ. ചാത്തുമേനോനാണ് ബെഞ്ചമിൻ ബെയ്ലിയെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിച്ചത്. ചാത്തുമേനോൻ വലിയൊരു സംസ്കൃത പണ്ഡിതനായിരുന്നു. ചാത്തുമേനോൻ ഉപയോഗിച്ച വാക്ക് നിര്യാണം എടുത്തിരിക്കുന്നു. നീർയാനം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു 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 ഷോറിൽ കിടക്കുന്ന, ഒരു തീരത്ത് കിടക്കുന്ന വള്ളം, കപ്പൽ അടുത്ത തീരത്തേക്ക് പോകുന്നു. അതാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ അവസാനമല്ല, എൻ്റെ നീർയാനം. ഇതുവരെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു, ജയിലിൽ കിടന്നു, ഇടത് കൈയിലും വലത് കൈയിലും ചങ്ങല ധരിച്ചിട്ട് 10-14 ലേഖനങ്ങൾ എഴുതി ആ ദൈവത്തിൻ്റെ വരളപ്പാടുകൾ കേട്ട് ദാസൻ പറയാണ്, എൻ്റെ നിര്യാണകാലം, എനിക്കതിൽ വിഷമമില്ല, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഈ തീരത്ത് നിന്ന് സ്വർഗീയ തീരത്തേക്ക് നാം പോവുകയാണ്. എന്നാലും നമ്മൾ പാടിയതെല്ലാം സ്വർഗീയ തീരത്തേക്ക് നാം പോവുകയാണ്. അതുകൊണ്ട് ആ തീരത്ത് എത്തുന്നത് വരെ നാം സൂക്ഷിക്കണം. എൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? തിമോഥെയോസേ, ക്രൈസ്റ്റ് ഈസ് കമ്മിങ്. നീ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അത് നിനക്ക് പ്രാപിക്കേണ്ടതിന് കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഹൗ ഡു വി ലീവ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ റിട്ടേൺ ഓഫ് അവർ ലോർഡ്? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, നാം എങ്ങനെയാണ് നാം ജീവിക്കുന്നത്? അത് നമുക്കൊന്ന് ചിന്തിച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ. എൻ്റെ നിര്യാണകാലം, പ്രിയപ്പെട്ടവരെ, എത്ര നാളുണ്ട്? 2 കാര്യം സംഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു. ഞാൻ എൻ്റെ ടുമോറോ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് പാസ്റ്റ് പ്രസൻറ്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കർത്താവ് വരാൻ സമയമില്ല. 2 വർഷം മുമ്പ് എന്തിനാണ് ഹമാസ് അവിടേക്ക് വന്നത്? ഞാൻ അന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത് 2 വർഷം കഴിയുമ്പോൾ തീരും. ഒരു വചന പഠിതാവ് എന്നുള്ള നിലയിൽ, ഒരു ജേർണലിസ്റ്റ്, മിഡിൽ ഈസ്റ്റ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, 2 വർഷം കഴിയുമ്പോൾ ഇത് തീരും, ഇത് ദൈവത്തിൻ്റെ പണിയാണ്. ഹമാസ് പൊടുതനെ വന്നു. ഹമാസ് ഇല്ല, ഹിസ്ബുള്ള ഇല്ല, ഹൂത്തീസ് ഇല്ല, ISI ഇല്ല, എല്ലാം നാമദേശമായി. ഇതാ ഇസ്രായേലിന് കുറച്ചുകൂടെ വസ്തുക്കൾ കിട്ടി. ഇനി എന്താണ്? ഒരു 2-3 മാസം നിശ്ചലമാകും, സമാധാനമാകും. പക്ഷേ ഇത് കൊടുങ്കാറ്റിന് മുമ്പേ ഉള്ള ശാന്തതയാണ്. ഒരു 4-5 വർഷം ഇസ്രായേൽ ഏറ്റവും വർദ്ധിക്കാൻ പോവുകയാണ്. ദേ വിൽ ബി ദ മോസ്റ്റ് പ്രോസ്പെറസ്. അന്നേരമാണ് ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ ഈ രാജ്യങ്ങളെല്ലാം ഹർമോദോൻ യുദ്ധത്തിന് ആകുന്നത്. എന്നാൽ അപ്പോഴത്തേക്ക് ലോകത്തിലൊരു റിസഷൻ ഉണ്ടായിട്ട്, സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ട്, ഒരു മിസ്റ്റർ ഫിക്സിറ്റ് വരാൻ പോവുകയാണ്. ഒരു അന്തിക്രിസ്തു, അതിസമർത്ഥനായ ഒരുത്തൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈയിടെ ഒന്ന് ശ്രദ്ധിച്ചോ ഒരു കാര്യം? സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, എന്താണെന്നറിയാമല്ലോ? നമ്മുടെ ഫോൺ നാം കയ്യിലെടുത്താൽ ഞാൻ എവിടെ എന്ത് പറയുന്നു എന്നുള്ളത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ കിട്ടും. അറിയാമോ? ഇത് എൻ്റെ വേദവസ്തുവിൽ എഴുതിയിട്ടുണ്ട്. പുരരഹസ്യത്തിൽ പറഞ്ഞത്, അറയിലിരുന്ന് പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കപ്പെട്ടും ഈ സഞ്ചാർ സാത്തി അതായിരുന്നു. വരാൻ പോവുകയാണ്. ഒരു മനുഷ്യന് ലോകത്തിലെ 800 കോടി ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. എല്ലാം എൻ്റെ വചനത്തിലുണ്ട്. പ്രിയപ്പെട്ടവരുടെ കർത്താവ് വരുന്നു. അതുകൊണ്ട് കർത്താവ് വരുന്നവരെ നമുക്ക് കുരിശിൻ്റെ പാതയിൽ തുടങ്ങാം. നിനക്ക് കുരിശുണ്ട്, കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, ഇല്ലായ്മയുണ്ട്, പോരായ്മയുണ്ട്. എന്നാൽ അതിൻ്റെ ഒതുക്കമധ്യത്തിൽ സമാധാനമുണ്ട്. ഫിലിപ്പിയനകത്ത് അല്ല വായിക്കുന്നത്, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവൻ്റെ ധനത്തിനൊത്തം പൂർണ്ണമായി തീർത്തു തരും. ഈസ് അവർ പ്രൊവൈഡർ. ഇന്ന് കുരിശ് നമുക്ക് അടയാളമാകട്ടെ. നമുക്ക് തരുന്ന കുരിശ് നമുക്കെടുത്ത് മുന്നോട്ട് പോകാം. 6-ാം അധ്യായത്തിൽ 5-ഉം 6-ഉം അധ്യായത്തിൽ മറ്റു ചില കാര്യങ്ങൾ അതിനോട് ബന്ധത്തിൽ പൗലോസ് പറയുന്നുണ്ട്. 16-ാം വാക്യം, 5-ന്റെ-16 വായിക്കാം. ഗലാത്യർ 5-ന്റെ-16. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. കുരിശ് എടുത്ത് നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ ഒരു യുദ്ധമുണ്ട്. ഇറ്റ്സ് എ ബാറ്റിൽ അഗൈൻസ്റ്റ് ദ ഫ്ലഷ് ആൻഡ് ദ സ്പിരിറ്റ്. ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിലുള്ള ഒരു സംഘർഷം എപ്പോഴും ഉണ്ട്. അതല്ലോ പൗലോസ് പറയുന്നത്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയറ്റേ എന്നിൽ വർത്തിക്കുന്നത്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ ബാറ്റിൽ ബിറ്റ്വീൻ
ബിറ്റ്വീൻ ജഡം ആൻഡ് ആത്മാവ്. കാർണൽ തിങ്കിങ്ങും സ്പിരിച്വൽ തിങ്കിങ്ങുമുള്ള ഒരു 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 സംഘർഷമാണ്. ഇപ്പോൾ ജഡാഭിലാഷം എന്തൊക്കെയാണ്? ആത്മാവിനെ 18 വാക്യത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിനുള്ളവനല്ല, ജഡത്തിൻ്റെ പ്രവൃത്തികളോ. ഒന്ന് ശ്രദ്ധിക്കുക, ക്രൂശ് എടുത്താൽ ഇത് നാം സൂക്ഷിക്കണം. നാം ക്രൂശുവാഹികളാണെന്നുണ്ടെങ്കിൽ, ക്രൂശ് നമ്മളെ പരിവർത്തനം വരുത്തിയുണ്ടെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തിയില്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്തൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ഇടയിൽ? അവരവർ തീരുമാനിക്കും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാകാം, എന്നാൽ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നാണ് ഞാൻ വിടുവിക്കപ്പെട്ടത്. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നാം അനുദിനം വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എൻ്റെ കർത്താവ് വരുമ്പോൾ ഈ മർത്യമായ ശരീരം അമർത്യമായത് ധരിക്കുമ്പോൾ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെ ധരിക്കുമ്പോഴാണ് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടുന്നത്. അന്ന് വരെ ജഡത്തിൻ്റെ സമ്മർദ്ദം എനിക്കുണ്ട്. ഞാൻ ചെയ്യുവാൻ പാടില്ലാത്ത ജഡിക അഭിലാഷങ്ങൾക്ക് ഞാൻ അടിമയാകുന്നു. അതാണ് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, നീ ക്രൂശ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കണം. ഞാൻ ക്രൂശ് എടുക്കും, ക്രിസ്തുവിനെ അനുഭവിക്കും. കർത്താവ് പറഞ്ഞു എന്നെ അനുഗമിക്കുകയും, പൗലോസ് പറഞ്ഞു എന്നെ അനുകരിപ്പീൻ. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ ക്രൂശ് എടുക്കുമ്പോൾ ഈ ചിന്തകളുടെ അടിയിൽ ഞാനൊരു അടിമയാകുവാൻ പാടില്ല. മറിച്ച് എന്താണ് വേണ്ടത്? 22 വാക്യം, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഈ അധ്യായത്തിൽ അപ്പോസ്തലൻ പല പ്രാവശ്യം പറയുന്നത് ലിവ് ഇൻ ഹോളിനെസ്, ലിവ് ഇൻ ഹാർമണി, ലിവ് ഇൻ ഹോണസ്റ്റി, ലിവ് ഇൻ ഹെൽപ്ഫുൾനെസ്, ലിവ് ഇൻ ഹോപ്പ്. നാം എന്താണ് ചെയ്യേണ്ടത്? നീ ക്രൂശിൻ്റെ അനുഗാമിയാണെന്നുണ്ടെങ്കിൽ യേശുവിനെ പോലെ വിശുദ്ധിയിൽ നടക്കുക, വിശ്വസ്തയിൽ നടക്കുക, ആദരവിൽ നടക്കുക, മറ്റുള്ളവരെ സഹായിച്ച് നടക്കുക, നീ പ്രത്യാശയിൽ നടക്കുക. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. വി ആർ number 1, we are cross bearing Christians. Number 2, we are a spirit bearing Christians. അവിടെ സ്നേഹവും സമാധാനവും ഒക്കെയാണുള്ളത്. ആ ലിസ്റ്റ് നമ്മുണ്ടല്ലോ, ആ ക്ലസ്റ്റർ നമുക്കറിയാം. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമുക്കതാണ് പറയാനുള്ളത്. ഞാൻ ക്രൂശിൻ്റെ അനുഗാമിയാണെങ്കിൽ ഞാൻ ആത്മീയനാണ്. ആത്മീയനായിട്ട് നമുക്ക് ജീവിക്കാം. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നോട്ട് ഓൺലി എ ക്രോസ് ബെയറിംഗ് ക്രിസ്ത്യൻ, വി നീഡ് ടു ബി എ സ്പിരിറ്റ് ബെയറിംഗ് ക്രിസ്ത്യൻ. അടുത്തത് 6-ാമത്തെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്ന, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിൽ അകപ്പെട്ടു പോയാൽ ആത്മീയമായി നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യത ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. തമ്മിൽ ഭാരങ്ങളെ ചുവപ്പീൻ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും. ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കട്ടെ. ബർഡൻ ബെയറിംഗ് ക്രിസ്ത്യൻ. പ്രിയപ്പെട്ടവരെ, നാം കുരിശിൻ്റെ അനുഗാമിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഭാരം വഹിക്കണം. മറ്റൊരാൾ പാപത്തിൽ വീണാൽ എന്താ ചെയ്യേണ്ടത്? ഫോൺ എടുത്ത് ചിന്നമ്മയെ അറിഞ്ഞില്ലയോ എന്ന് വിളിച്ച് ചോദിക്കുകയല്ല, സഹോദര അറിഞ്ഞില്ലയോ എന്ന് ചോദിക്കുകയല്ല. നീ മുറിയടയ്ക്കണം. കർത്താവിനോട് പറയണം, എൻ്റെ സഹോദരൻ പാപത്തിൽ വീണു, അതിന് ഞാനും എനിക്കും അങ്ങനെ സംഭവിക്കാം. എൻ്റെ സഹോദരൻ വീണത് ഞാൻ വീണത് പോലെയാണ്. മുറിയടച്ച് നീ പ്രാർത്ഥിക്കുക. അതാണ് ക്രിസ്ത്യൻ്റെ വഴി. യേശു ക്രിസ്തു പറഞ്ഞവരോട് ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ സഹോദരനോട് ക്ഷമിക്കണമേ. ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ആൻ ഓർത്തോപീഡിക് surgeon putting back a broken bone with skill and ingenuity. വിദഗ്ധതയോടെ ഒരു എല്ല് രോഗ വിദഗ്ധൻ മുറിഞ്ഞ എല്ലിനെ അത് സൂക്ഷ്മമായി വളരെ വിദഗ്ധതയോടുകൂടി ഒന്നാക്കി മാറ്റുന്നു. അതേ രീതിയിലാണ് ഒരു വീണുപോയ വിശ്വാസിയെ നീ യഥാസ്ഥാനപ്പെടുത്തേണ്ടത്. കുരിശിൻ്റെ പാത യഥാസ്ഥാനത്തിൻ്റെ പാതയാണ്. പിശാചിൻ്റെ മക്കളായിരുന്നു നമ്മളെ ദൈവമക്കളാക്കി, പിതാവിൽ നിന്ന് അകന്ന നമ്മളെ പിതാവിൻ്റെ മക്കളാക്കിയ യഥാസ്ഥാന ശുശ്രൂഷ. യു ഹാവ് എ മിനിസ്ട്രി ഓഫ് റെക്കൺസീലിയേഷൻ. നാം വായിക്കുന്നുണ്ടല്ലോ, യു ഹാവ് എ മിനിസ്ട്രി ഓഫ്
കൊരിന്ത്യലേഖനത്തിലുണ്ടല്ലോ, നിരപ്പിൻ്റെ ശുശ്രൂഷ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുരിശിൻ്റെ പാത നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. മറ്റുള്ളവരെ പാപത്തിൽ വീഴുമ്പോൾ അവനെ പിന്നെയും കുഴിയിലേക്ക് തള്ളിവിടുകയില്ല, അവനെ വീണ്ടെടുക്കുവാൻ ശ്രമിക്കുക. ഞാൻ ഇവിടുത്തെ മൂപ്പന്മാരോട് പറയട്ടെ, വിശ്വാസികളോട് പറയട്ടെ, വി ഹാവ് നോ റൈറ്റ് ടു റൈറ്റ് ഓഫ് എനിബഡി. ഒരു സഹോദരനെയോ സഹോദരിയോ ഒരു യുവാവിനെയോ യുവതിയെയോ ഒരു പൈതലിനെയോ എഴുതി തള്ളുവാൻ അവകാശം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടില്ല. എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞു. യഹൂദന്മാരും മതനേതാക്കന്മാരും എല്ലാം പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന് ചോദിച്ചത്, നിന്നിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഇന്നും അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ, ഇതാണ് തത്വം. മറ്റുള്ളവനെ കല്ലെറിയുവാനുള്ള അവകാശം എനിക്കും നിനക്കുമില്ല, മറ്റുള്ളവരെ തള്ളിക്കളയുവാനല്ല. ഇന്ന് നിങ്ങളുടെ സഭയിൽ എത്ര പേരെ നിങ്ങൾ എഴുതി തള്ളിയിട്ടുണ്ട്, എത്ര പേരോട് വരേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അതല്ല കുരിശിൻ്റെ പാത. കുരിശിൻ്റെ പാത ക്ഷമയുടെയും വീണ്ടെടുപ്പിൻ്റെയും റെക്കൺസിലിയേഷൻ ആണ് എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ കർത്താവ് പറയുകയാണ്, യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. നമുക്ക് 6:9 വായിക്കാം. 6:9, നന്മ ചെയ്തതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഇതാണ് ഞാൻ ഇന്ന് രാവിലെ എല്ലാം പറഞ്ഞതാ. നന്മയുടെ വിത്ത് വിതച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനോട് പറഞ്ഞല്ലോ, അവൻ നന്മ മാത്രം ചെയ്തവൻ, അവൻ മഹാൻ, അവൻ നന്മ മാത്രം ചെയ്തവൻ. ആ നന്മ മാത്രം ചെയ്തവനെ വേണ്ട എന്ന് പറഞ്ഞ് ബറബ്ബാസിനെ മതി എന്ന് പറഞ്ഞ ഒരു ലോകമാണ്. എന്നാൽ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ എത്രയോ പേരെ സഹായിച്ചു, പിന്നെ സഹായം ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ അരമുറുക്കി ഉടുത്തായിരിക്കാം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്. നമുക്കുണ്ടായിട്ടല്ല, നമുക്കുള്ളതിൻ്റെ പങ്കുവയ്ക്കാണ്. അവിടെ ത്യാഗമുണ്ട്, കുരിശിൻ്റെ സ്നേഹമുണ്ട്. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, ചൂഷണം ചെയ്യപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനുള്ള ആ കുരിശിൻ്റെ സന്ദേശം എന്താണ്? നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും ഫറ്റീഗ് ഉണ്ടാവും അല്ലേ, നോക്കൊക്കെ ഉള്ളതാ. വേണ്ട, അത് വേണ്ട. കർത്താവ് എപ്പോഴും നന്മ ചെയ്യുകയാണ്. യു ബി എ സീഡ് ബെയറിങ് ക്രിസ്ത്യൻ. നന്മയുടെ വിത്ത് കരഞ്ഞും കൊണ്ട് നമുക്ക് വിതയ്ക്കാം. ഇപ്പോൾ ഒരു സഹോദരിയോട് സംസാരിക്കുകയായിരുന്നു, ഓഫീസിൽ സുവിശേഷം പറയുകയാണ്. ഞാൻ പറഞ്ഞു, അതാണ് വേണ്ടത്, നന്മ ചെയ്തുകൊണ്ട് വിതയ്ക്കുകയാണ്. നമുക്ക് ഫലം നോക്കണ്ട, ഫലം നിത്യതയിൽ. നമുക്ക് കണ്ണുനീരിൽ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും നിത്യതയിലാകാം. വില്യം ഗേരി 42 വർഷം വർക്ക് ചെയ്തിട്ട് ആകെ പുള്ളിയുടെ കൂടെ വിശ്വാസത്തിൽ വന്നത് പരസ്യമായിട്ട് 6-7 പേരേ ഉള്ളൂ. എന്നാൽ 42 ഭാഷ വികസിപ്പിച്ച് എത്രയോ ആയിരങ്ങൾ, എത്രയോ ലക്ഷങ്ങൾ 42 ഭാഷയിൽ, ഇന്ത്യ മാതൃഭാഷയിൽ ദൈവത്തിൻ്റെ വചനം വായിച്ചു. ഹല്ലേലൂയ. താൻ ഒന്നും വിഷമിച്ചില്ല. താൻ അവസാനം പറഞ്ഞത്, കേരിയുടെ ദൈവം മതി, എനിക്ക് വേറൊന്നും വേണ്ട. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നാം കൃഷിൻ്റെ പാത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നന്മയുടെ വിത്ത് വിതയ്ക്കുന്ന, കരഞ്ഞുകൊണ്ട് വരയ്ക്കുന്ന ആ സ്വഭാവമാണ്. അത് ദൈവം നമുക്ക് തരട്ടെ പ്രിയപ്പെട്ടവരെ. നമുക്ക് 6:17 വായിക്കാം. 6:17, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ദ മാർക്ക് ഓഫ് ക്രൈസ്റ്റ്. വി നീഡ് ടു ബി ദ മാർക്ക് ബെയറിംഗ് ക്രൈസ്റ്റ്. ഞങ്ങളുടെ മൈലപ്രായിലെ ബാബുവൊക്കെ ഓർക്കുന്നുണ്ടാകും. തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ കാളെ കൊണ്ടുപോകും. കാളെ ഇറക്കാൻ കൊണ്ടുപോകുമ്പം ആ കാളയുടെ പുറത്തല്ല. ഞാൻ വിചാരിച്ചു ഇതെന്താ വന്ന് ഒരു മാർക്ക്, എന്തോ ചൂടടയാളം. അതിപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ചൂടെഴുത്ത് സീൽ, എൻ്റെ വകை അവരുടെ അഡ്രസ്സാണ്. ആ ഉടമസ്ഥൻ്റെ അഡ്രസ്സ്, ചുട്ടു പഴുത്ത സീല് അവൻ ആ കാളയുടെ പുറത്താണ്. അത് തന്നെയാണ്. അതേ വീക്ഷണമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം വഹിക്കുന്നു. എനിക്കോ വേറൊന്നിലും പ്രശംസിക്കേണ്ട, അവൻ്റെ കുരിശിൽ ഞാൻ പ്രശംസിക്കും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇന്ന് അത് പറഞ്ഞ 1000 സുശേഷന്മാർ, മിശ്രമാർ ഇവിടെ വന്നതുകൊണ്ടാണ് നാം ആയിരിക്കുന്നത്. നാം അവരെ പിന്തുടർന്നവരാണ്, ക്രിസ്താനുഗാമികളാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വി കുഡ് ബി എ ക്രോസ് ബെയറിംഗ് ക്രിസ്ത്യൻ, a spirit bearing Christian, a seed bearing Christian, a burden bearing Christian, a mark bearing Christian. നമുക്ക് അങ്ങനെയാകാം. കർത്താവേ, അങ്ങയുടെ അടയാളം, അങ്ങയുടെ വക്താക്കളാക്കി ഞങ്ങളെ മാറ്റിയതിനായി സ്തോത്രം. നമ്മുടെ വാക്കിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വേറൊന്നും വരരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പിന്നെയും ഓർപ്പിക്കട്ടെ, നമുക്ക് ചുറ്റും എല്ലാം ശബ്ദങ്ങളാണ്. ദർ ഇസ് നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ്. നല്ല വാർത്ത ഒന്നുമില്ല. എന്നാൽ നമ്മുടെ സുവാർത്തയുണ്ട്. ആ സുവാർത്ത പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് ക്രൂശിൻ്റെ വഴി. ആ ക്രൂശിൻ്റെ വഴിയെങ്കിൽ ഐക്യതയുണ്ട്.
മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്ന അത് ജോയ്. ഇതിപ്പോൾ ജോയിയുടെ കാലമാണല്ലോ അല്ലേ? എന്ത് ജോയിയാ? ക്രിസ്മസ് ഫാദറിനാണോ ജോയ്? എന്താന്ന് പോലും ആർക്കും അറിയത്തില്ല. ജോയ് ഈസ് വാട്ട്? JOY മീൻസ് ജീസസ്, അതേഴ്സ് ആൻഡ് യു. വാ, ഇഷ്ടപ്പെട്ടോ? ജോയ് ഈസ് ജീസസ്, അതേഴ്സ് ആൻഡ് യു. ആ ജോയ് വേണമെന്നുണ്ടെങ്കിൽ, കുരിശിൻ്റെ പാത വേണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗം, യേശു ഒന്നാമത്, രണ്ടാമത് മറ്റുള്ളവരെ, മൂന്നാമതാണ് എനിക്ക് വേണ്ട. എനിക്ക് സ്ഥാനങ്ങൾ വേണ്ട, എനിക്ക് മാനങ്ങൾ വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് എൻ്റെ യേശു മതി, എൻ്റെ കർത്താവ് മതി. അവന് വേണ്ടി ജീവിക്കും. ഞാൻ എഴുതിയൊരു പുസ്തകം നിങ്ങൾ വായിച്ചു കാണും, സത്യവുമായി മുഖാമുഖം, മൈ എൻകൗണ്ടർ വിത്ത് ട്രൂത്ത്. ഞാൻ ആ കഥ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ധരംപ്രകാശ് ശർമ്മ ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റായിരുന്ന രാജസ്ഥാനിലെ സോഹൻലാലിൻ്റെ മകനാണ്. പുഷ്കറിലുള്ള 450 അമ്പലങ്ങളുടെയും ഉടമയായിരുന്ന സോഹൻലാൽ ശർമ്മ ഗാന്ധിജിയുടെ കൂടാണ് വളർന്നത്. ഗാന്ധിജിയുടെ കൂടെയാണ് താൻ സ്വാതന്ത്ര്യ സമരത്തിൽ തൻ്റെ ഭാര്യയും രണ്ടുപേരും കൂടെ അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെയാണ് പണ്ഡിറ്റ് ധരംപ്രകാശ് ശർമ്മ ജയിലിൽ ജനിക്കുന്നത്. അതിനുശേഷം താൻ ദൈവത്തെ അന്വേഷിച്ചു. താൻ 15-ാമത്തെ വയസ്സിൽ ആശ്മീർ കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർമൺ ഓൺ ദി മൗണ്ട് ഉണ്ടായിരുന്നു, ഗിരിപ്രഭാഷണം. താനത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം വന്നു. അതിനുശേഷം ഒരു ശബ്ദം കേട്ടു, നീ അന്വേഷിക്കുന്ന ദൈവം ഞാനാണ് ധരം, ഞാൻ യേശുവാണ്, എൻ്റെ പിന്നാലെ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അപ്പനെയും അമ്മയും ജയിലിലടച്ച സായിപ്പിൻ്റെ ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് താൻ കോളേജിൽ പോയി. അടുത്ത ദിവസം 2 ബൈബിൾ കത്തിച്ചു, വലിയ പ്രസംഗം നടത്തി. അതിനുശേഷം ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു. അതിനുശേഷം ഒരു ബോളിവുഡ് ആക്ടറായിട്ട് മാറി. അതുകഴിഞ്ഞ് കോൺഗ്രസ് പാർട്ടി പ്രസിഡൻ്റായി, രാജസ്ഥാനിലെ കോൺഗ്രസ് പാർട്ടി പ്രസിഡൻ്റായിട്ട് മാറി. അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ വീട്ടിൽ വന്നപ്പോൾ വിത്ത് ഓർ വിത്തൗട്ട് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സാധു സുന്ദർ സിംഗിൻ്റെ പുസ്തകം വായിച്ചു. അത് വായിച്ചപ്പോൾ 3-ാമത്തെ പ്രാവശ്യം യേശു ഇടപെട്ടു. 13 വർഷത്തിനുള്ളിൽ അന്ന് താൻ യേശുവിൻ്റെ മുമ്പാകെ തൻ്റെ ജീവിതം സമർപ്പിച്ചു. അതിനുശേഷം ഭക്തർ സിംഗ് തന്നെ സ്നാനപ്പെടുത്തി, അഹമ്മദാബാദ് സ്നാനപ്പെടുത്തിയിട്ട് പുഷ്കറിലേക്ക് താൻ തിരിച്ചു വന്നപ്പോൾ അപ്പനും അമ്മയും വിളിച്ചു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. നീ ക്രിസ്ത്യാനിയായോ? അമ്മ പറഞ്ഞു, നീ ഞങ്ങളുടെ വീടിൻ്റെ സൽപ്പേര് കളഞ്ഞല്ലോ എന്ന്. അപ്പനടുത്ത് വിളിച്ചു പറഞ്ഞു, ധരമേ, വാട്ട് ഡിഡ് യു ഡു? ഹാവ് യു ബിക്കം എ ക്രിസ്ത്യൻ ഓർ എ ഡിസൈപ്പിൾ? ഗാന്ധിജിയുടെ കൂടെ നടന്ന സോഹൻലാൽ ശർമ്മ ബൈബിൾ വായിച്ചിട്ടുള്ളവനാണ്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം എന്താണെന്ന് അറിയാമായിരുന്നു. പറഞ്ഞു, ഞാൻ ശിഷ്യനായി. അയ്യടാ, നിനക്ക് അർത്ഥം പറയാം, എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം വായിക്കാൻ പറഞ്ഞു. പുള്ളി വാക്യം പറഞ്ഞു, ഇതാ സോഹൻലാൽ ശർമ്മ പറഞ്ഞിട്ട് വായിക്കാണ്, നീ യേശുവിനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയെയും എല്ലാവരെയും വിട്ട് എന്നെ അനുഗമിക്കണം. അല്ലയോ, നീ ഒരു ശിഷ്യനാണെങ്കിൽ നിനക്കതിന് തയ്യാറാണോ? ധരമേ, 4-5 ചോദ്യം. ഇതാ നിൽക്കുക, ഇതാ നോക്കുക, ഇത് നിന്റെ അമ്മ, ഇത് ഞാൻ നിന്റെ അപ്പൻ. യേശുവിന് വേണ്ടി ഞങ്ങളെ ത്യജിക്കുവാൻ നിനക്ക് തയ്യാറാണോ? ഇത് നിന്റെ ഭാര്യ, 2 മക്കൾ, അവരെ ത്യജിക്കാൻ തയ്യാറാണോ? അതേ എന്ന് പറഞ്ഞു. അവസാനമായ ഒരു ചോദ്യം, ധരമേ, 1 മാസം മുമ്പ് മിസസ് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, സോഹൻലാൽ നിന്റെ മകനായിരിക്കും രാജസ്ഥാനിലെ അടുത്ത ചീഫ് മിനിസ്റ്റർ. അതെ, ഇന്ദിരാഗാന്ധി പറഞ്ഞിരിക്കുന്നു, 1 മാസത്തിനകം നീ രാജസ്ഥാനിലെ ചീഫ് മിനിസ്റ്റർ ആകാൻ പോവുകയാണ്. എന്നാൽ ക്രിസ്ത്യാനിയായിട്ട് നിനക്ക് ചീഫ് മിനിസ്റ്റർ ആകാൻ ഒക്കത്തില്ല, നിർഭാഗ്യവശാൽ. തീരുമാനിക്കുക എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പുസ്തകം എഴുതാൻ വേണ്ടി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. എൻ്റെ ഒരു ഫിലിമുണ്ട്, ഖോജ്, നിങ്ങൾക്ക് കാണാം. അതാണ് അദ്ദേഹത്തിൻ്റെ ഫിലിമാണ് ഖോജ് എന്ന് പറഞ്ഞത്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ചോദ്യം ചെയ്തപ്പോൾ ആകപ്പാടെ വിഷണ്ണനായി. എന്താണ്? ഒരു വശത്ത് യേശുക്രിസ്തു, ഒരു വശത്ത് രാജസ്ഥാനിലെ ചീഫ് മിനിസ്റ്റർ. ഞാൻ ഉയരത്തിലേക്ക് നോക്കി. എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, ഞാനത് വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ യേശു കർത്താവ് ആ കാൽവരിയിൽ ക്രൂശിൽ കിടക്കുന്നു. ആ കാൽവരി ക്രൂശിൽ എന്നെ നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ധരമേ, നീ ദൈവത്തെ അന്വേഷിച്ചു, ഞാൻ നിനക്ക് പ്രത്യക്ഷനായി, നീ ഞാനുമായിട്ടൊരു ഉടമ്പടി ചെയ്തു, നീ എൻ്റെ അരികാപിയാവെന്ന് പറഞ്ഞു. എന്നാൽ നീ തീരുമാനിക്കുക, ഞാൻ നിന്നോടൊന്നും പറയത്തില്ല. നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം എന്നെ സ്വീകരിക്കാനും എന്നെ പിന്തുടരാനും തിരസ്കരിക്കാനുള്ള അവകാശം നിനക്കൊണ്ട്, നീ തീരുമാനിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ധരംപ്രകാശ് പറഞ്ഞേ, ബാബു ബ്രദറെ, എൻ്റെ മനസ്സിലേക്ക് ഒരു പാട്ട് ഓടി വന്നു. ദ ക്രോസ് ബിഫോർ മീ, ദ വേൾഡ് ബിഹൈൻഡ് മീ, നോ ടേണിംഗ് ബാക്ക്. എൻ്റെ മുന്നിൽ കുരിശ്, എൻ്റെ പിന്നിൽ ലോകം, എനിക്ക് കുരിശ് മതി. താൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, എനിക്ക് കുരിശ് മതി, എനിക്ക് യേശു മതി, എനിക്ക് രാജസ്ഥാനിലെ ചീഫ് മിനിസ്റ്റർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൻ എഴുന്നേറ്റു പറഞ്ഞു, നീ യേശുവിനെ പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ 10 വർഷം നിരീക്ഷിക്കും. നീ യേശുവിനെ പോലെ ജീവിച്ചെങ്കിൽ ഞാനും ആ യേശുവിനെ പിന്തുടരും. ഞാൻ കഥ ചുരുക്കി പറയട്ടെ. അദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയാമോ? 10 വർഷം കഴിഞ്ഞപ്പോൾ ധരമനെ വിളിച്ച്, ധരമേ,
10 വർഷം നിന്നെ സൂക്ഷിച്ചു, നീ യഥാർത്ഥ ശിഷ്യനായി, നീ സകല കാര്യങ്ങൾ ഉപേക്ഷിച്ചു, പേരും പെരുമയും പണം വേണ്ട എന്ന് പറഞ്ഞു, യേശുവിനെ പോലെ നീ ജീവിച്ചു, ആ യേശുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അവരെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം 6 മാസം അദ്ദേഹം മരിച്ചു. തൻ്റെ അമ്മ അതിനു മുമ്പേ വന്നിരുന്നു. ഇതാ ഒരു മനുഷ്യൻ യേശുവിനെ പിന്തുടർന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതന്നെയാണ്. ഇതാ കപൂർത്തല രാജാവിൻ്റെ മക്കളായിരുന്നു കിഷൻ സിംഗും ശാന്താ കൗറും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കൊല്ലുവാൻ വേലക്കാരോട് പറഞ്ഞു, എടാ ഇവനെ എനിക്കിനിയും വേണ്ട. രാജാവ് പറഞ്ഞു, എനിക്കിവനെ വേണ്ട എന്ന് റെയിൽവേ പാളത്തിലിട്ടേക്കാൻ പറഞ്ഞു. റെയിൽവേ പാളത്തിലിടുന്നതിന് പകരം ആ വേലക്കാർ റെയിൽവേ പ്ലാറ്റ്ഫോമിലിട്ടു. അങ്ങനെ ഒരു ട്രെയിൻ കയറി മിഷണറിമാർ കണ്ടെത്തി. വലിയ ജീവിതമാണ്, നമ്മെ കോരിത്തെരിപ്പിക്കുന്ന ചരിത്രമാണ്, മിഷൻ ചരിത്രമാണ്. അദ്ദേഹത്തെ ഉപദ്രവിച്ചു. സാധു സുന്ദർശനേക്കാൾ 100 ഇരട്ടിയാണ് ഉപദ്രവം സഹിച്ചത്. എന്നാൽ അതിനേക്കാൾ 100 ഇരട്ടി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം അവരെ സഹായിച്ചു. ആ ചരിത്രമാണ്. ഇപ്പോൾ കോപ്പിയില്ല, ഞാൻ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ലഭിക്കും. എനിക്ക് പറയുവാനുള്ളത് ഇതാണ്, കുരിശ് ചുമന്നവർ അതിൽ അഭിമാനം കൊണ്ടു. ഇന്ന് രാവിലെ നമുക്ക് പറയാനുള്ളതാണ്, കുരിശിൻ്റെ വഴി ഐക്യത്തിൻ്റെ വഴിയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് പറയുവാനുള്ളത്, നിങ്ങളുടെ അസംബ്ലിയിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യത വരുന്നില്ല എങ്കിൽ കുരിശില്ല എന്ന അർത്ഥം. കാൽവരി ക്രൂശിലെ സ്നേഹമില്ല, സഹിഷ്ണുതയില്ല, സഹായമില്ല, സഹനമില്ല, സാന്ത്വനമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഏറ്റുപറയാം, കർത്താവെ, അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഐക്യതയുടെ വിഘാതമായിട്ടുള്ളത് സ്നേഹമില്ലായ്മയാണ്, കരുതലില്ലായ്മയാണ്. ഞങ്ങൾക്ക് ക്രൂശിൻ്റെ ഭാഗത്ത് പോകാം. ബി എ ക്രോസ് ബെയറിംഗ് ക്രിസ്ത്യൻ. നമുക്ക് കുരിശിൻ്റെ അടയാളം കൊണ്ടുപോകാം. ബി എ സീഡ് ബെയറിംഗ് ക്രിസ്ത്യൻ. നന്മയുടെ വിത്ത് വിതച്ചു കൊണ്ടുപോകാം. ബി എ ബർഡൻ ബെയറിംഗ് ക്രിസ്ത്യൻ. മറ്റുള്ളവരുടെ ഭാരവുമേറ്റ് അതിന് സഹായം ചെയ്ത് അവരെ ഉദ്ധരിക്കുന്ന ആ മനസ്സുമായിട്ട് പോകാം. ലെറ്റ് മീ ബി എ സ്പിരിറ്റ് ബെയറിംഗ് ക്രിസ്ത്യൻ. ആത്മാവിൻ്റെ ഫലം, സ്നേഹം, ക്ഷമ, അത് പുലർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കുരിശ് ഐക്യത്തിൻ്റെ പാതയാണ്. ഐക്യത്തിൻ്റെ അടിസ്ഥാനം കുരിശാണ്. ഇതാ നമ്മെ പിശാചിൻ്റെ കൈകളിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റിയത് കുരിശിലെ സ്നേഹമാണ്. നമുക്കതുപോലെ സ്നേഹിക്കാം, മറ്റുള്ളവരെ സ്നേഹിക്കാം. നമ്മെ തന്നെയല്ല, ഇപ്പോഴത്തെ കാലത്ത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ തന്നെ സേവിക്കും. സഭകളിലും അങ്ങനെ തന്നെയാണ്. ഞാനും എൻ്റെ സഭയും ഞങ്ങളെ തന്നെ സേവിക്കും. എത്രയോ പാർട്ടികളായിപ്പോൾ. ഞാൻ പട്ടണങ്ങളിലെ കാര്യം പറഞ്ഞു, എന്നും പാർട്ടിയാണ്, മറ്റുള്ളൊരു പ്രശ്നമല്ല. എന്തിനാണ് ഈ പൈസ? നമ്മൾ കളക്ഷൻ എടുത്ത് പൊറോട്ട ചാപ്സ് അടിക്കുക അല്ലേ? അതിനാണ് നമ്മളെ കൊണ്ട് വെച്ചിരിക്കുന്നത്. കുരിശിൻ്റെ പാത അതല്ല. 1000 നമ്മുടെ പ്രിയപ്പെട്ടവർ ജയിലിൽ കിടക്കുന്നു. 60,000 ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ 2.5 വർഷമായിട്ട് അഭയാർത്ഥികൾ, സ്വന്തം പൗരന്മാർ. ഞാൻ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കണം, 1 മിനിറ്റ് എടുക്കാം. ഞാൻ ഈ പുസ്തകം എടുത്തതിന് ശേഷം ഞാനും തേക്കടയിൽ അച്ഛനും ഞങ്ങൾ 2-3 ജേർണലിസ്റ്റ് എല്ലാം കൂടെ ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ ചൂരചന്ദ്പൂരിൽ പോയി, പല അഭയാർത്ഥി ക്യാമ്പിൽ പോയി. ഞങ്ങൾ പോയിട്ട് ഞാനിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ, ഞങ്ങൾ തേക്കടയിൽ അച്ഛനുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പുറയിലാണ്, ചെറിയൊരു ശബ്ദം കേട്ടു. അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കുന്നു. ഒരു കൊച്ചുകുട്ടി 8-9 വയസ്സുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ മോളെ എന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, അങ്കിൾ പ്ലീസ് ഡോണ്ട് ലീവ് മീ, ഡോണ്ട് ഫോർസേക്ക് മീ. നല്ല ഇംഗ്ലീഷാണ്. 1830 സുവിശേഷ പ്രവർത്തകർ വന്ന് നോർത്ത് ഈസ്റ്റിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. നരഭോജികളെ നരസ്നേഹികളാക്കി ആയിരങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നു. അതിൻ്റെ ഒരു കൊച്ചുകുട്ടിയാണ് 9 വയസ്സ്. അവൾ പറഞ്ഞു, അങ്കിൾസ് ഐ ഡോണ്ട് ഹാവ് ഫാദർ, മദർ ആൻഡ് ബ്രദർ ഓർ സിസ്റ്റർ ഓർ ബൈബിൾ ഓർ സ്കൂൾ, നത്തിങ്. എനിക്ക് അപ്പനില്ല, അമ്മയില്ല, എനിക്ക് സഹോദരനില്ല, സഹോദരിയില്ല, എനിക്ക് ബൈബിളില്ല, സൺഡേ സ്കൂളില്ല, എനിക്ക് സ്കൂളില്ല, എനിക്കൊന്നുമില്ല. അവളിരുന്ന് കരയാണ്, ഞങ്ങളെ വിടരുത്, ഞങ്ങൾ എന്ത് ചെയ്യുവാൻ കഴിയും? അങ്ങനെ 60,000 പേരവിടെ കിടക്കുന്നു. 60,000 വീടുകൾ കത്തി. ഈ മതഭ്രാന്തന്മാർ വിശ്വാസികളുടെ വീടുകൾ കത്തിച്ചു. നമുക്ക് ബോധ്യമുണ്ടോ? നമുക്കതിനെക്കുറിച്ച് ചിന്തയുണ്ടോ? ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരക്കി, സർക്കാർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ഈ കുഞ്ഞിൻ്റെ കാര്യം. അവർ പറഞ്ഞു, 1 മാസം മുമ്പ് ഈ മതഭ്രാന്തന്മാർ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ അപ്പനെയും അമ്മയും കത്തിച്ചു, അവരുടെ വീടും കത്തിച്ചു. ആ കുഞ്ഞിനെ ആരോ രക്ഷിച്ചു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് സഹോദരി സഹോദരന്മാരെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, നമുക്കൊരു സമർപ്പണം ചെയ്യാം. 100 കണക്കിന് 1000 കണക്കിന് കിടക്കുന്ന നമ്മുടെ
സഹോദരിസന്മാരെ നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. ഞങ്ങളുടെ അവിടെ ഒരു സ്കൂൾ പണിതിട്ടുണ്ട്. 80 വീടുകൾ പണിതു. അവർക്ക് ഒരൊറ്റ വീടില്ല. 60,000 വീടുകൾ വിശ്വാസികൾ വീട് കത്തിച്ചു. നമുക്ക് ബോധ്യമുണ്ടോ? കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു സഭയിൽ ഇതൊക്കെ പറഞ്ഞപ്പം നീ പത്രക്കാരനാടാ, നീ അങ്ങനെയൊക്കെ പറയുമെന്ന്. ഞാൻ പോയി കണ്ടതാണ്. പേടിക്കേണ്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്നിനും ശങ്കിക്കേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളാണ് സഹോദരിസന്മാർ. കർത്താവ് അങ്ങനെ ചെയ്യുമോ? മറ്റുള്ളവരെ ഓർത്തപ്പോൾ തനിക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷം മുന്നിലുള്ളത് കണ്ടതുകൊണ്ട് അവൻ ക്രൂശിനെ അലക്ഷ്യമാക്കി. കുരിശിൻ്റെ പാത ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാതയാണ്. നമുക്ക് കർത്താവിലേക്ക് തിരിയാം. ബാബു, ക്യാൻ യു ജസ്റ്റ് പ്രേ? കർത്താവെ, പ്രിയ ബാബു സഹോദരനോട് ഞങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ പ്രിയപ്പെട്ടവനെ ബലപ്പെടുത്തിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളോട് വാദിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ തിരുമുൻപിൽ ഞങ്ങൾ വീഴുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഞങ്ങളെ പാപങ്ങളെ ഏറ്റുപറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നന്ദി. ഇരിക്കാം.